വെൽക്കം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, വീട്ടിൽ സാധാരണ ഉള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ റവ എടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് അവലും കൂടി വേണം. ഇത് വെളുത്ത കനം കുറഞ്ഞ അവലാണ്. ഏത് അവലായാലും കുഴപ്പമൊന്നുമില്ല, കനം കുറഞ്ഞതായാലും കുറച്ച് നല്ലതായിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, പറ്റാവുന്നത്രയും നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരം ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നിറച്ചും പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അപ്പോൾ നേരിട്ട് മാവിലേക്ക് തന്നെ ചേർത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഈസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഇളംചൂട് വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നീട് മാവ് അരച്ചതിന് ശേഷം ഈസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നേരിട്ട് തന്നെ ചേർത്താൽ മതി. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇളംചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ചും കൂടി നമുക്ക് വെള്ളം വേണ്ടി വരും. ഇപ്പോൾ ശരിക്കും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുത്താലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. പിന്നെ തിളച്ച വെള്ളം ഉപയോഗിക്കരുത്, കുറച്ച് ഇളം ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂട് വെള്ളമാണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മതി. ഇപ്പോൾ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് എടുക്കും. ഇപ്പോൾ നല്ലപോലെ മാവ് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കാനായിട്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിരിക്കണം. അതിനുശേഷം 1 സ്പൂൺ മാവ് ഒഴിച്ചാൽ മതി. അതിനുശേഷം പരത്തൊന്നും വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ഹോൾസൊക്കെ വരണം. ഹോൾസ് വന്നതിന് ശേഷം വേണം കവർ ചെയ്ത് വെക്കാനായിട്ട്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ, 2 സൈഡും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് സ്പോഞ്ചിയാണിത്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു 20 അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അപ്പത്തിൻ്റെ വലുപ്പം ഈ ഒരു സൈസാണെങ്കിൽ 20 എണ്ണം ഉണ്ടാക്കാം. കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 15 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചെറിയ സൈസ് അപ്പമാണെങ്കിൽ നമുക്കൊരു 20 അപ്പം വരെ ഈ മാവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്പൈസി കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഏത് തരം കറിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങയൊന്നും ഇല്ലെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കണം. താങ്ക്